റൂള് പറയുന്നത് റിസൾട്ടിനകത്ത് നമുക്ക് ഒരു ഡെസിമൽ പ്ലേസ് മതി, ഒരു ഡെസിമൽ പ്ലേസ് മതി. ആ ഫെമിലിയാരിറ്റി നമുക്കറിയാം. ഇത് എനർജിയാണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ്. അപ്പൊ എന്താണ്? വർക്കിന്റെ ആണ്. ml² T-2 ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PV = NKT. അപ്പൊ NKT ആരാ? PV ആണ്. എല്ലാവർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും റീസെൻ്റായിട്ട് കേരള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻസും നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ പുതിയ ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റംസുമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 പല ദിവസങ്ങളിലായിട്ട് ഓൺലൈൻ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ദ കേരള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ് കൊണ്ടുവരാനാണ് നമ്മുടെ ഉദ്ദേശം. അതും യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് തിയറി ഒന്ന് പഠിച്ച് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ NCERT ബുക്കും ക്ലാസ് നോട്ട്സും ഒക്കെ മറിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ അറ്റൻഡ് ചെയ്താൽ വളരെ ഇഫക്റ്റീവും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ലേറ്റസ്റ്റ് ട്രെൻഡ്, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്നാണ്, അല്ലേ? രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് നമ്പറിൻ്റെ റൂൾ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് നമ്പറിൻ്റെ റൂള്, ദ റിസൾട്ട് ഷുഡ് ഹാവ് as many decimal places. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, റിസൾട്ട് ഷുഡ് ഹാവ് as many decimal places as in the component having minimum number of decimal places. ഇതാണ് റൂള്. സിഗ്നിഫിക്കൻറ്റ് നമ്പർ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ റൂൾസ് ഫോളോ ചെയ്യുക. നമുക്ക് 6-7 റൂൾസ് നമ്പർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, NCERT ബുക്കിനകത്തുണ്ട്. ആ റൂള് ഫോളോ ചെയ്താലേ ഒരു കൺഫ്യൂഷൻ്റെ ഒരു ചാൻസ് വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ റൂള് ഡെസിമൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റൂള് പറഞ്ഞു, റിസൾട്ടിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് വേണം, ആസ് ഇൻ ദ കോമ്പണൻറ്റ് ഹാവിങ് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. മറിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ റൂള് മാറി. അവിടെ റൂൾ ഇങ്ങനെയാണ്, റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആസ് ഇൻ ദ കോമ്പണൻറ്റ് ഹാവിങ് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് വ്യത്യാസമുണ്ട് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും. ഓക്കെ, നൗ ഇവിടെ നമുക്ക് ഒരു നമ്പർ 10⁻⁻6 അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ നമ്പറിന് നമ്മൾ 0.27 × 10⁻⁻5 ആക്കി. ഇതും 10⁻⁻5 ഓക്കെ, ഇനി ആഡ് ചെയ്യുന്നു, ദറ്റ് കംസ് ടു ബി 4.57 × 10. ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ അരിത്തമാറ്റിക് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അരിത്തമാറ്റിക് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ
സിഗ്നിഫിക്കൻ്റ് നമ്പറിൻ്റെ റൂൾസിലേക്ക് വരണം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. റൂള് പറയുന്നത് റിസൾട്ടിനകത്ത് നമുക്ക് ഒരു ഡെസിമൽ പ്ലേസ് മതി, ഒരു ഡെസിമൽ പ്ലേസ് മതി. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫിങ് റൂൾ പ്രകാരം ഇത് വരുന്നത് 4.6 ഇൻറ്റു 10⁻⁻⁵ ഓക്കെ. നമ്മുടെ രണ്ടാമത്തെ ബി ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. റൂള് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്താണ് റൂള് പറയുന്നത്, ആ റൂള് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു ആംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് റൂള് ഫോളോ ചെയ്യാം. ഓക്കെ, യെസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു പ്രൊമോഷൻ ക്വസ്റ്റ്യനാണിത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. ബാക്കി ക്വസ്റ്റ്യൻസ് കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്കൊരു ടൈം ബൗണ്ട് എക്സാമിനേഷൻ ആണല്ലോ, അപ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും സമയം ഡിലേ വരുത്താതെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസ്കഷൻ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറേ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നോക്കുക, എനിക്ക് എത്ര പെട്ടെന്ന് അത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, കമോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്, ഡയമെൻഷണൽ ഫോർമുല ഫോർ. ഇത് T-1 ആണ്. T-1 എമ്മിൻ്റെ ഡയമെൻഷൻ 0, L ഡയമെൻഷൻ 0, T ഡയമെൻഷൻ -1 ആണ്. -1 അപ്പോൾ 1/T ആണ്, 1/ടൈം ആണ്. നമുക്ക് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് വരാം? കുറേ ക്വാണ്ടിറ്റീസ് വരാം. ഫ്രീക്വൻസി വരാം, ഡയമെൻഷണൽ ഫോർമുലയാണ്, യൂണിറ്റ് അല്ല. അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി വരാം. ആംഗുലർ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ പെർ ടൈം ആണ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് ആംഗുലർ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്താണ്? ഇതാണ്. ഇനി പല ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്തും നമ്പർ പെർ സെക്കൻഡ് വരും. ഇത്ര നമ്പർ പെർ സെക്കൻഡ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ പാസിംഗ് പെർ സെക്കൻഡ്. നമ്പർ പെർ സെക്കൻഡിലും ഇതേ ഡയമെൻഷൻസ് വരാം. നമ്പർ പെർ സെക്കൻഡ് വരുന്നിടത്തെല്ലാം ഇത് വരാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് എന്തില്ല? ഡയമെൻഷനില്ല. മറിച്ച് നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് പെർ സെക്കൻഡ് ആണെങ്കിൽ അതിന് മോളിന് ഒരു ഡയമെൻഷൻ ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല ആ നമ്പറിന്. ഇതിനൊക്കെ നമുക്ക് എന്ത് ഫോർമുല ഉപയോഗിക്കാം? m⁻⁴, L⁻⁴, T⁻⁻⁻⁻. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പിക്ക് ചെയ്യാനുള്ളത് നമുക്ക്. ഇപ്പം ആംഗുലർ വെലോസിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ആംഗുലർ വെലോസിറ്റി ഒരു ഓപ്ഷനാണ്. 1. 2, ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ആക്ടിവിറ്റിക്ക് പറയുന്ന വേറെ വാക്കാണ് നമ്പർ ഓഫ് ഡിസൻറ്റഗ്രേഷൻസ്. നമ്പർ ഓഫ് ഡിസൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് ഡിസൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്പർ പെർ സെക്കൻഡിനും ഇതേ ഡയമെൻഷണൽ ഫോർമുല ആകാം. നമ്പർ പെർ സെക്കൻഡിനും ഇതേ ഡയമെൻഷണൽ ഫോർമുല ആകാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനും ശരിയാന്ന് പറയാൻ പറ്റും. 3 ഒരിക്കലും അല്ല, ടൈം പീരീഡ് അല്ല, അതിൻ്റെ റെസിപ്രോക്കലാണ് വേണ്ടത്. ഹാഫ് ലൈഫും ടൈമാണ്, അതുമല്ല. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് മൊമെൻറ്റമാണ്, ഒരിക്കലും അല്ല. നമുക്കതൊന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്പർ പെർ സെക്കൻഡ് വരുന്നിടത്തെല്ലാം നമുക്ക് ആരുടെ യൂണിറ്റ് ഉണ്ട്, ആരുടെ ഡയമെൻഷൻ ഉണ്ട്? ഫ്രീക്വൻസിയുടെ, ആംഗുലർ ഫ്രീക്വൻസിയുടെ ഒക്കെ ഡയമെൻഷൻ ഉണ്ട്. നമ്പർ പെർ സെക്കൻഡ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പാസിംഗ് പെർ സെക്കൻഡ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് പെർ സെക്കൻഡ്. അത് വരുന്നിടത്തെല്ലാം
ഈ ഡയമെൻഷണൽ ഫോർമുല വരും. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ വരാറില്ല, പക്ഷേ ഇവിടെ അങ്ങനെ വന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്രോഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് സ്ക്വയർ ഓഫ് ആംഗുലർ വെലോസിറ്റി. നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്താ? നമുക്കത് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരിക്കും. പല ക്വാണ്ടിറ്റിയും റിപ്പീറ്റഡ് യൂസ് കാരണം എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഓർമ്മയിലുണ്ട്. ഫോഴ്സ്, മൊമെൻറ്റം, വർക്ക്, എനർജി, പ്രഷർ, അതൊക്കെ ഉണ്ട്, പവർ, അതൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ക്വാണ്ടിറ്റി വരുന്ന ഒരു ഡെഫിനിഷനോ ഒരു എക്സ്പ്രഷനോ ഒരു ഫോർമുലയോ ഒക്കെ എടുത്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂണിറ്റ് നോക്കിക്കൊണ്ട് ഡയമെൻഷൻ ഫോർമുല ഉണ്ടാക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി. നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്നുള്ളത് ഇതാണ് നമ്മുടെ അപ്രോച്ച്. ഇതാണ് അപ്രോച്ച്. അപ്പോൾ നമുക്കൊരു ബെറ്റർ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഇൻറ്റു ആംഗുലർ വെലോസിറ്റി സ്ക്വയർ, ഇങ്ങനൊരു ക്വാണ്ടിറ്റി നമുക്ക് പരിചയമുണ്ട്. ഹാഫ് I ഒമേഗ സ്ക്വയർ. നമുക്കൊരു ഹാഫ് I ഒമേഗ സ്ക്വയർ. ഹാഫ് I ഒമേഗ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ആരുടെയും I ഒമേഗ സ്ക്വയറിൻ്റെ, കാരണം 2ക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫെമിലിയാരിറ്റിയാണ്, ഒരു പരിചയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഡയമെൻഷൻ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ആ ഫെമിലിയാരിറ്റി നമുക്കറിയാം. ഇത് എനർജിയാണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ എന്താണ്? വർക്കിൻ്റെ ആണ്. ml² T-2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4th ഓപ്ഷനാണ് കറക്റ്റ്. അപ്പം അങ്ങനെയും കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ സ്പീഡാണ്. ε0 E², അത് എനർജി ഡെൻസിറ്റിയാണ്. B²/μ0, അത് എനർജി ഡെൻസിറ്റിയാണ്. ഇങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് നമ്മുടെ ഫെമിലിയാരിറ്റി നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളതിലെ ഓരോ ക്വാണ്ടിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ് ഇസ് ഫെമിലിയാരിറ്റി. ഇവിടെ നമുക്ക് അതാണ് നല്ലത്. യൂസ് ദറ്റ് ഫെമിലിയാരിറ്റി. I ഒമേഗ സ്ക്വയർഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം എർത്ത് ടു ദ മൂൺ ഫ്രം എർത്ത്. ഇത് എന്തിൻ്റെ ഓർഡറിലാണ്? റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു ആൻഡ് ഫ്രം മൂൺ. യെസ്, നമുക്ക് let us see into that. Look, the distance of sun from the earth, നമ്മൾ അതിന് പറയുന്ന പേരാണ് astronomical distance. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. അത് ഓർത്തിരുന്നത് നല്ലതാണ്. 1.496 into 10⁻11. ഇതാണ് ആവറേജ് ഡിസ്റ്റൻസ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ലൈറ്റ് ഇയറും പാർസൊക്കെ ഓർത്തിരുന്ന നല്ലത്. NCERT ബുക്കിനകത്ത് പ്രത്യേകം ഒരു കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഓർത്തിരിക്കുന്ന നല്ലതാണ്. യെസ്, ഇനി പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് മൂൺ, ഇത് AU ആണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഫ്രം മൂൺ, അത് വരുന്നത് ഏകദേശം 3.84 into 10⁸. 3.10⁸. അത് ഓർത്തിരിക്കാൻ പറ്റുമോ? പക്ഷെ ഓർത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഡിസ്റ്റൻസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞത് 60 times റേഡിയസ് ഓഫ് എർത്താണ്. അത് നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇൻഫോർമേഷനാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം എർത്ത് ഈസ് 60 times റേഡിയസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് എർത്ത് എല്ലാവർക്കും അറിയണം. എത്രയാണത്? 6.4 into 10⁻3 kilometers, അല്ലെങ്കിൽ into 10⁻3. ഇതാണ് ഈ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്.
ഓക്കെ, യെസ്. ഇപ്പോൾ 60R നിങ്ങൾക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം. ഏകദേശം 3.84 ഇൻറ്റു. നൗ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്ത് വരും? 10⁻11/10⁸. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, ഓർഡർ 10⁻3 വരും അല്ലേ? അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാനകത്ത് എല്ലാ ഡാറ്റയും ഓർത്തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചില ഒരു കാര്യങ്ങൾ, ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് ആണ്, AU ആണ്, ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം സൺ ടു എർത്ത്. അത് ഓർത്തിരുന്നാൽ നല്ലതായിരുന്നു. 3 കാര്യങ്ങളുണ്ട്. ഇത് ലൈറ്റ് ഇയർ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. അതുപോലെ പാർസെക് അത് 3.08 ഇൻറ്റു 10⁻16 ആണ്. ഒരെണ്ണം 10⁻11, ലൈറ്റ് ഇയർ 10⁻15 ആൻഡ് ദിസ് വൺ 10⁻16 പാർസെക്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇതും 3.84 ഇൻറ്റു 10⁻10 ഓർത്തിരിക്കുന്നില്ലെങ്കിലും 60R ഓർത്തിരുന്നത് നന്നായിരിക്കും. അത് നമുക്ക് ആവശ്യമുള്ളതാണ് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം, വലിയ ടൈം ഡിലേ ഇല്ലാതെ, മെമ്മറി അധികം സ്പെൻഡ് ചെയ്യാതെ. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻ? F = 6π∗x. ഇവിടെ 2 അപ്രോച്ച് ഉണ്ട്. 2 അപ്രോച്ചും വലിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കില്ല. ഒരു അപ്രോച്ച് എന്താണ്? നമുക്ക് എക്സിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണണം. എക്സ് എന്താണ്? ഫോഴ്സ് ബൈ 6π∗. ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ക്വാണ്ടിറ്റിയാണ്, mLT - 6πക്ക് ഡയമെൻഷൻ ഇല്ല, പിന്നെ ഈറ്റയ്ക്കാണ് ഡയമെൻഷൻ ഉള്ളത്. അതും നമുക്ക് ഓർത്തിരിക്കണം, mL-1 T - 1. Isn't it? അപ്പോൾ ദിസ് ഈസ് കമ്മിങ് ടു ബി എക്സിൻ്റെ ഡയമെൻഷൻ വരുന്നത്, m ക്യാൻസൽ ആയിപ്പോയി, ഇത് L² വന്നു, ഇത് T - 1. L², m⁻0 L² T - 1. 5ാമത്തെ ഓപ്ഷനാണ്, ഈ ഓപ്ഷനാണ്. m0 ആണ്, 5 സോറി, 5 m ഇല്ലല്ലോ, m ഇല്ല. ഏതാണ്? യെസ്, ഫസ്റ്റ് ഓപ്ഷനാണ്, mL² T - 2. ഇതാണ് നോർമൽ അപ്രോച്ച്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫെമിലിയാരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. നമുക്കറിയാം, സ്റ്റോക്സ് ഫോർമുല എന്നുകൊണ്ട് എല്ലാവർക്കും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് 6πr∗v. ഇതും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഒരു ഫോർമുല മാത്രം മെയിനായിട്ട് നമ്മൾ വിസ്കോസിറ്റി ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്പെരിക്കൽ ഒബ്ജക്ട് മൂവിങ് ഇൻ എ വിസ്കസ് മീഡിയം. അതിനൊരു പേരുമുണ്ട്, സ്റ്റോക്സ് ഫോർമുല എന്ന പേരുണ്ട്. അപ്പോൾ ഇത് അതുപോലത്തെ ഫോർമുല തന്നെയാണ്. ഇവിടെ എക്സിന് പകരം വന്നിരിക്കുന്ന ആളാരാ? r∗v ആണ് അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് r∗v ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് r∗v ആണ്. ഈ കമ്പാരിസൺ പ്രകാരം r ആണ്, വെലോസിറ്റി LT - 1 ആണ്. അപ്പോഴും നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും. ഓക്കെ, പെട്ടെന്ന് കിട്ടും. പിന്നെ നിങ്ങളുടെ കുറേയൊക്കെ നമുക്ക് ആ മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. ലെങ്തി പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒഴിവാക്കും. ഈ ഇങ്ങനത്തെ ചില കേസസ് വരുമ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തോന്നിയത് പിന്നെ ചിന്തിക്കേണ്ട, അതിലേക്ക് അങ്ങ് പ്രൊസീഡ് ചെയ്തു. രണ്ടിലും വലിയ സമയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഏത് ഫസ്റ്റ് അപ്രോച്ച് വന്ന് അതങ്ങ് ഫോളോ ചെയ്തു. ദറ്റ് ഈസ് ബെറ്റർ. എന്നാലും ഇങ്ങനെ മെത്തേഡ് ഉണ്ടെന്ന് പറയാണ്. ഒന്ന് നോർമൽ സിസ്റ്റമാറ്റിക് മെത്തേഡ്, രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു ഫെമിലിയർ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരാം. ഇപ്പോൾ ആൻസർ കിട്ടിയല്ലോ. യെസ്, 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 1 ടോർ. ഇത് നിങ്ങളെ പലരും ഇത് നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. പക്ഷേ NCERT-ക്കകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. 1 ടോർ. 1 ടോർ ഈസ് ദി പ്രഷർ ഡ്യൂ ടു 1 millimeter of mercury. Pressure due to 1 millimeter of mercury. Pressure due to 1 millimeter of mercury. പലരും
ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ചെറുതായിട്ട് എവിടെയോ NCERT ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിൽ ആ ഒരു കൺസെപ്റ്റ് അവർ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെയും കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നമ്മൾ ഓർക്കുന്ന കാര്യം, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഒരു ATM എന്ന് പറയും. ഒരു ATM 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അതെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി. ഇത് 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് അല്ലേ? നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഒന്ന്, എന്താണ് 1 ടോർ പ്രഷർ ഡ്യൂ ടു 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഫെമിലിയർ ഇതിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഓർക്കുന്നത് ഇത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. ഈ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് തന്നെയല്ലേ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇത് 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അപ്പോൾ 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ടോറാണ്. അപ്പോൾ 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ 760 ടോറാണ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടോറിൽ പറയുമ്പോൾ 760 ടോറാണ്. അതും ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനാണ്. ഇതൊരു സബ് ക്വസ്റ്റ്യനാണ്. ഇനി NCERT ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ആണ്. 1 ടോർ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് അല്ലേ? പക്ഷെ ഒരു SI യൂണിറ്റ് ഉണ്ടല്ലോ. SI യൂണിറ്റ് എന്തിൽ വേണം? പാസ്കൽ വേണം. അപ്പോൾ ഒരു ടോറ് 133 പാസ്കലാണ്. അതും നിങ്ങൾ ഓർത്തിരിക്കണം. അതും NCERT ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ 760 ടോറാണ്. ഇനി ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്താൻ നല്ലതാ. വാട്ടർ കോളത്തിൽ പറയുമ്പോൾ ഇത് ഏകദേശം 10.3 മീറ്റർ ഓഫ് വാട്ടറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവരാവുന്നതാണ്, കൺഫ്യൂഷൻ ഇല്ലാതെ. നമ്മൾ തുടങ്ങിയത് ടോറിൽ നിന്ന്. ഒരു ടോർ എന്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫെമിലിയർ കാര്യമായിട്ട് കമ്പയർ ചെയ്തു. അത് 760 ടോറാണ്. ടോറ് SI യൂണിറ്റ് അല്ല, സ്പെഷ്യൽ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്താന്ന് നോക്കണം. അതെന്താണ്? 133 പാസ്കലാണ്. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മെർക്കുറി കോളത്തിന് പകരം വാട്ടർ കോളത്തിൽ പറഞ്ഞാൽ എത്രയായിരിക്കും? 10.3 മീറ്റർ ഓഫ് വാട്ടർ കോളാണ്. ഓക്കെ, യെസ്, നമുക്ക് ആൻസർ കിട്ടി. ഒന്നാമത്തെ 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ടോർ എന്ന് പറയുന്നത് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഡോണ്ട് ടോർ 1 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡയമെൻഷൻസ് ഓഫ് MB വേർ M ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ്, B ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, K ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. നമുക്ക് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് നോക്കണം. നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ പോകുകയെന്നുണ്ടെങ്കിൽ കുറേ സമയം വേണ്ടി വരും. M മാഗ്നറ്റിക് മൊമെന്റ് ആണ്, മാസല്ല. അപ്പം അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഉണ്ടാക്കണം. B ഉണ്ടാക്കണം, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് നമ്മുടെ ഈ ഫെമിലിയർ ആസ്പെക്ട്സ് ആണ്. M ഇൻറ്റു B, മാഗ്നറ്റിക് മൊമെന്റ് ഇൻറ്റു B. എല്ലാവർക്കും അറിയാം M ഇൻറ്റു B എന്ന് പറയുന്നത് ടോർക്കാണ്. ടോർക്ക്, യെസ്, ടോർക്ക്. M ഇൻറ്റു B is ടോർക്ക്. എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇൻറ്റു P ഇൻറ്റു E, that is torque acting on electric dipole. Torque acting on a magnetic dipole എന്താണ്? M ഇൻറ്റു B, മാഗ്നറ്റിക് മൊമെന്റ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സിൽ ഓർമ്മയാണ്. അപ്പം MBI. ഇനി KT ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. KB എന്നും K എന്നും പറയും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PV is equal to NKT. അപ്പോൾ NKT ആരാ? PV ആണ്. എല്ലാവർക്കും അറിയാം PV എന്താണ്? അത് എനർജിയാണ്. അത് എനർജിയാണ്. ഇത് പെട്ടെന്ന് മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. KB എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്, അത് ടോർക്കാണ്. പിന്നെ KT വർക്കാണ്, എനർജിയാണ്. RT അല്ല കേട്ടോ, RT അല്ല, KT ഡയമെൻഷണൽ ഫോർമുല എനർജിയുടെയാണ്. അപ്പോൾ ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ആരുടെയാണ്? എനർജിയുടെയാണ്. ഇത് എനർജി പെർ എനർജി. Energy per energy means it is what quantity? Dimensionless.
m to the power of 0, l to the power of 0, t to the power of 0. ഓക്കെ, എത്ര എളുപ്പത്തിൽ നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യും. എം ഒരുപക്ഷെ ഓർത്തിരിക്കുന്നില്ല, എം ഓർത്തിരുന്നേക്കാം, ബി ഓർത്തിരിക്കാൻ എളുപ്പമല്ല, ബി ഉണ്ടാക്കണം, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, എവറിത്തിങ്, ടെമ്പറേച്ചർ, ഒത്തിരി വർക്കൗട്ടിങ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് there is an easy way of using these familiar aspects. Okay, come on, we go to the next question. Unit of surface tension. ഇന്നലെയും കൂടി JEE മെയിൻസിൻ്റെ മാച്ച് ദ ഫോളോയിങ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ടും ചോദിച്ചിരുന്നു. അതാണ് ഇൻട്രസ്റ്റിംഗ്. ഒരു ലെഫ്റ്റ് സൈഡ് കോളത്തിനകത്ത് രണ്ടും പറഞ്ഞിരുന്നു. സർഫസ് ടെൻഷൻ ഹാസ് എ സെയിം ഡയമെൻഷണൽ ഫോർമുല of what? Force constant or spring constant. രണ്ടും അവർ ചോദിച്ചിരുന്നു, രണ്ടും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഫോഴ്സ് കോൺസ്റ്റന്റ്, അതായത് ഫോഴ്സ് പെർ ലെങ്ത്. ഫോഴ്സ് പെർ ലെങ്ത് എല്ലാവർക്കും അറിയാം, ഫോഴ്സ് mlt-2 ആണ്, ഡിവൈഡഡ് ബൈ L ആണ്, ദറ്റ് ഈസ് mt-2 ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുന്നൊരു സംഗതി കൂടിയാണ്, വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. അത്രയും ഞാൻ പറഞ്ഞില്ലേ, പല ഡയമെൻഷണൽ ഫോർമുലയും നിങ്ങളുടെ ഫെമിലിയർ യൂസ് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരും. mt-2 ആണ്. നമുക്ക് യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ കുറേ കൂടി എളുപ്പമായി. ഫോഴ്സ് പെർ ലെങ്ത് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, കുറേ കൂടി എളുപ്പമായി. ഇത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂട്ടൺ മീറ്റർ ടു ദ പവർ ഓഫ് -1. ഓക്കെ, നമ്മുടെ എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യും. ഇത് തന്നെയാണ് ആരുടെയും ഫോഴ്സ് കോൺസ്റ്റന്റിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റിൻ്റെയും ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. When metallic sphere is heated, maximum percentage change will be observed. നമ്മൾ പഠിച്ചിട്ടൊരു ക്ലിയർ കട്ട് കാര്യമാണ്. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 is equal to 3 into delta L by L into 100. Delta L by L into 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസോ, അതായത് ലെങ്തോ, വട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ തീർച്ചയായിട്ടും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോളിയം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസിനേക്കാളും ലെങ്ത്തിനേക്കാളും 3 times കൂടുതലാണ്. ഏരിയ ആണെങ്കിൽ ഏരിയയുടെ ചേഞ്ച് വരുമ്പോൾ 2 times ഉള്ളത് 3 times ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നത് എന്തിലാണ്? വോളിയത്തിലാണ്. യെസ്, വോളിയത്തിലാണ്. റേഡിയസിലെ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് ഡയമീറ്ററിൽ. അത് 1/3 ഉള്ളൂ വോളിയത്തിൻ്റെ. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 times പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് ഉള്ളൂ. മാസിനെ പെർസെൻറ്റേജ് ചേഞ്ച് ഡ്യൂ ടു ദ തെർമൽ എക്സ്പാൻഷൻ ഇല്ല. നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും സിമ്പിൾ, ഒരു കൺഫ്യൂഷൻ വേണ്ട, വോളിയത്തിൽ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയമെൻഷൻസ് റേഷ്യോ ഓഫ് എനർജി ടു ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എഗെയിൻ ഞാൻ പറഞ്ഞു, നമ്മൾ ഫെമിലിയാരിറ്റി ഉപയോഗിക്കണം. എന്താണ് എനർജി? എനർജി എന്ന് പറയുന്നത് എന്താണ്? h ആണ്. അപ്പോൾ h എന്താണ്? നമുക്കെല്ലാം എനർജി ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. വളരെ എളുപ്പം. E/h ആണ്. E/h ന്യൂ. നമ്മൾ ഈയുടെ എച്ചിൽ നിന്ന് എഴുതാൻ പോകണ്ട. ഈ ഫെമിലിയർ ആയിട്ടുള്ള വളരെ കോമൺ, എന്തോ അറിയാത്ത ആരും ഉണ്ടാവില്ല. E=h ന്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E/h, എനർജി ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? 3 ആണ് അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒട്ടുമുക്കാലും ഡയമെൻഷണൽ. നമ്മളിവിടെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് 3-4 ക്വസ്റ്റ്യൻ ചെയ്തു. ഇങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ആ അപ്രോച്ചിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ടൈം വേസ്റ്റ് ആക്കാതെ കുറെ കൂടി നമുക്ക് കറക്റ്റ്നെസ് ഉറപ്പാക്കിക്കൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ ഏതാണ്? 3. അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നു, ഡിസ്റ്റൻസ് ഓഫ് 50 centimeter is measured using a meter stick of smallest division 1 millimeter. The percentage error എങ്ങനെയാ പറയുന്നത്? ഡെൽറ്റ L by L into 100. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഡെൽറ്റ L അത് മില്ലിമീറ്ററിലാണ്. ഞാനതിന് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് എന്ത് കിട്ടും?
1 into 10 to the power of minus 3 divided by സെൻറ്റിമീറ്ററിൽ മതി, കാരണം ലെങ്ത് സെൻറ്റിമീറ്ററിലാണ്. ഇതിനെ സെൻറ്റിമീറ്ററിലാക്കി. 1 millimeter എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 centimeter ആണ്. ഡിവൈഡഡ് ബൈ 50 into 100. Therefore, this is coming to be 1/5. 1/5 എത്ര വരും? 0.2%. 0.2%. Simple. 0.2%. Yes. 0.2% is your answer. Now, coming to the next question. Value of 200 millimeter plus 200 meter plus 200 millimeter. നമുക്ക് ഇങ്ങനെ എഴുതണം. 200 millimeter plus 0.2 meter. 2 മീറ്ററിലേക്ക് ആക്കി. 200 meter plus 0.2 meter. എപ്പോഴും നമുക്ക് വേണ്ടത്, നമ്മൾ റൂൾ തന്നെ സിഗ്നിഫിക്കൻറ്റ് നമ്പറിൻ്റെ റൂൾ ഉപയോഗിക്കണം. പ്രിസിഷൻ കുറവുള്ളത് ഇവിടെയാണ്. ഇവിടുത്തെ നിങ്ങളുടെ ആക്യുറസി 100 പ്ലേസിലാണ്. അപ്പോൾ റിസൾട്ടിനകത്തും ഡെസിമൽ പ്ലേസ് പോലെ നമുക്ക് യൂണിറ്റ് പ്ലേസ് ഉണ്ട്, 10 പ്ലേസ് ഉണ്ട്, 100 പ്ലേസ് ഉണ്ട്. എവിടെയാണോ കുറവ് പ്ലേസ് വാല്യൂ ഉള്ളത് അവിടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 100 പ്ലേസിലാണ് നമുക്ക് ആക്യുറസി വേണ്ടോ. ഇവിടെ ഫസ്റ്റ് ഡെസിമൽ പ്ലേസിൽ ആക്യുറസി ഉണ്ട്, ഇവിടെ 100 പ്ലേസിൽ ആക്യുറസി ഉള്ളൂ. അപ്പോൾ റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി ഡെസിമൽ പ്ലേസ് പറഞ്ഞ മാതിരി ആസ് മെനി ഡെസിമൽ പൊസിഷൻസും പറയാം. ഡെസിമൽ പ്ലേസ് പറഞ്ഞ മാതിരി ഡെസിമൽ പൊസിഷൻസും വരാം. ഇവിടെ ഒരു റീഡിങ്ങിൻ്റെ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് വരെയാണ് നമുക്ക് അക്യുറസി ഉള്ളത്. പക്ഷേ ഒരു റീഡിങ്ങിന് 100 പ്ലേസിലുള്ളൂ. ഇപ്പോൾ റിസൾട്ടിനകത്ത് നമുക്ക് എന്ത് മതി? ഇപ്പോൾ ആദ്യം ആഡ് ചെയ്യാം, മാത്തമാറ്റിക്കൽ അഡീഷൻ നടത്താം. അത് മറക്കരുത്. അത് 200.2. അത് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്നിഫിക്കൻറ്റ് നമ്പർ വെച്ചുകൊണ്ടുള്ള റൂൾ. സിഗ്നിഫിക്കൻറ്റ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെയാണ്. റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി ഡെസിമൽ പ്ലേസസ്. അത് അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്ക് ഡെസിമൽ പ്ലേസ് ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് വരെയും മറ്റാൾക്ക് 100 പ്ലേസ് വരെയും. 100 പ്ലേസിലാണ് പ്രിസിഷൻ കുറവ്. പ്രിസിഷൻ കുറവുള്ളത് വേണം. റിസൾട്ടിനകത്ത് 100 പ്ലേസ് വരെ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര തന്നെയാണ്? 200 മീറ്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 200 മീറ്റർ. അപ്പോൾ ആൻസർ 2 ആണ്. ഓക്കെ, നൗ ഇത്രയേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതായത് 2025 ഡയമെൻഷണൽ ഫോം. അപ്പം എനിക്ക് ഏകദേശം ഒരു ദിവസം നമുക്ക് 2 ക്വസ്റ്റ്യൻ്റെ 2 അല്ലെങ്കിൽ 1 to 2 ഇടയിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ എന്താണ് 12 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡയമെൻഷണൽ അനാലിസിസിന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എറേഴ്സിന് വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ്സിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ, പല സ്പെഷ്യൽ യൂണിറ്റ്സിനെ കുറിച്ചും വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ കൂടി ഞാൻ പറഞ്ഞല്ലോ, കുറേ കൂടി ഒരു NCERT ബേസിസിലെ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൻ്റെ ചെറിയൊരു അവലോകനം നടത്തുക. ആൻഡ് വെൻ യു ഡു ദ ഡിസ്കഷൻ, വെൻ യു അറ്റൻഡ് ദ ഡിസ്കഷൻ ക്ലാസ്സസ്, കുറേ കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.